ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാവിലെ ഓമയ്ക്ക ഇട്ടിരുന്നു. ഇത് നമ്മുടെ ഏത്തക്കൊലയാണ്. ഇത് വേറൊരു വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഈ കാണുന്നത് ഏത്തക്കൊല ഉണ്ടോ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഞാനൊരു ഒന്നേ മുക്കാൽ വർഷമായി കാണും കേട്ടോ. കുറച്ച് ഡിലേ ആണ് ഇവിടെ ഈ ബ്രിസ്ബണിൽ. ഞാൻ താമസിക്കുന്ന ഓസ്ട്രേലിയയിൽ ബ്രിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കൃഷി കുറച്ച് ടൈം എടുക്കും. കാരണം വിൻ്ററിൽ ഒരു 3-4 മാസം ഗ്രോത്ത് വളരെ കുറവാണ് എല്ലാ ചെടികൾക്കും, എല്ലാ പ്ലാന്റിനും. ചിലതൊക്കെ തണുപ്പിൽ പോവുകയും ചെയ്യും. നമ്മുടെ ഞാനൊരു ചിലിമ്പി വെച്ചിട്ടുണ്ട്, അതൊക്കെ ചിലപ്പോൾ തണുപ്പിന് പോവും. അതൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, ഇത് സ്വീറ്റ് ബനാന എന്ന് പറയും. ഇവിടെ സ്വീറ്റ് തായ് ബനാന എന്നും നമ്മുടെ നാട്ടിലെ ഈ പൂവൻപഴം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത്രയും ടേസ്റ്റ് ഇല്ല, പക്ഷേ ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ ഇരിക്കും ടേസ്റ്റ്. ഏത്തക്കയ്ക്ക് പിന്നെ നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇത് പേരയാണേ, ഈ കാണുന്ന പേര. ഇത് മുന്തിരി, ഇത് മുരിങ്ങ. പിന്നെ ഈ കാണുന്നതെല്ലാം വാഴയാണ്. ഇത് പല ടൈപ്പ് വാഴയുണ്ട്. ഏതൊക്കെയാണെന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്കും അറിയില്ല. ഞാനൊരു നല്ല കൃഷിക്കാരനല്ല ഇപ്പോഴും, നേരത്തെയും. അപ്പോൾ ഞാൻ ഈ കൃഷി പഠിച്ചു വരികയാണ്. അപ്പോൾ ഇത് കുറച്ച് വാഴ അടുത്ത് പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പറ്റിയ തെറ്റുകളൊക്കെ പഠിച്ച് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കാര്യമായിട്ട് വളമൊന്നും ചെയ്യാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. പക്ഷേ ഈ വർഷം ഞാൻ കുറച്ചും കൂടെ വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കും. വളം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കെമിക്കൽ ഫെർട്ടിലൈസർ നമ്മുടെ പറമ്പിൽ നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ കുറച്ച് നമുക്ക് ഹോഴ്സ് മാനുവർ കിട്ടും, അതായത് കുതിരച്ചാണകം കിട്ടും. ഇതെല്ലാം വാഴക്കൊലയാണ്, പല ടൈപ്പാണ്. അപ്പോൾ വളം ചെയ്യാത്തതുകൊണ്ടാണ് ഇവരെല്ലാം ഒരല്പം ഉണ്ടോ, കൊലയിൽ കുറച്ച് വലിപ്പം കുറവാണ്, പടൽ കുറവാണ്. അപ്പോൾ ഇവിടെ ഹോഴ്സ് മാനുവർ കിട്ടും. അതുപോലെ തന്നെ മറ്റേ കോഴിക്കാഷ്ടം കിട്ടും, ആട്ടിൻകാഷ്ടം കിട്ടും, അതുപോലെ തന്നെ ചാണകവും കിട്ടും. അപ്പോൾ അതെല്ലാമാണ് ഞാൻ മേടിച്ചിടുക. വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു, ബൈ.